ഹലോ ഗായ്സ്, വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം മൈൻക്രാഫ്റ്റ് ആയിട്ടല്ല, ഒരു വെറൈറ്റി പിടിച്ചുകൊണ്ട് കാർ എക്സ്ട്രേറ്റ് NFS അറിയുമായിരിക്കും ചിലവർക്ക്. അതേ ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ് കാർ എക്സ്ട്രേറ്റ്. കുറേ വീഡിയോ ഇട്ടിട്ടെന്നറിയാം. എനിക്ക് പനിയൊക്കെ ആയിട്ട് ഒരു മാസമായി, അതുകൊണ്ട് അങ്ങനെ വീഡിയോ ഇട്ടില്ല. പിന്നെ മടി ഒടിച്ചിട്ടും കുറേ ദിവസമായി. അപ്പോൾ വെൽക്കം ബാക്ക്. ഇനി BGMI ഉണ്ടാവില്ല, എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടിയിട്ട് പിന്നെ BGMI ഇപ്പോൾ കളിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് BGMI ഉണ്ടാവില്ല. ഇനി കാർ എക്സ്ട്രേറ്റും മൈൻക്രാഫ്റ്റും ആണ് ഉണ്ടാവുക. ഇനി പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലൈക്ക് ചെയ്താൽ മതി, സബ്സ്ക്രൈബ് ഒന്നും അത്ര വേണ്ട, എന്നാലും ചെയ്യാത്തവർ ചെയ്തു. പിന്നെ ഞാൻ അതിലത്തെ കുറച്ചൊക്കെ റേസ് കളിച്ചു. പിന്നെ ഫസ്റ്റ് കിട്ടും. ഫസ്റ്റ് 3 വണ്ടികൾ കാണിക്കും. ഏത് വേണമെങ്കിലും എടുത്തോളാൻ പറയും. 3 വണ്ടി കാണിച്ചിട്ട് ഫ്രീ ആയിരിക്കും. അതിൽ എടുത്തതാണ് ഈ കണ്ണ്, ഈ ലൈറ്റ് താഴ്ന്നും തുറക്കണ വണ്ടിയില്ലേ, അതാണ് ഞാൻ എടുത്തത്. സുപ്രേൻ്റെ ഏതോ ഒരു വേർഷനാണ്, അറിയില്ല, അതാണ് എടുത്തത്. ടാറിൻ്റെ അടുത്ത് അപ്പോൾ അവിടുന്ന് നമുക്ക് അവരുടെ അടുത്തൊരു വേഴ്സസ് എടുക്കും. അതായത് റേസാണ്. ഇതിൽ വേഴ്സസ് VS എന്ന് എഴുതിയിട്ടുണ്ടോ, ഇതുണ്ടോ, എന്താ 2 പേര് പെയർ. അവർ റേസിങ്. ഈ ഗെയിമിലത്തെ സ്റ്റെപ്പൊക്കെ ഇത് പുച്ഛം പോലെ കയറ്റം കയറുന്ന പോലെ കയറുക. നല്ലോണം ഇപ്പോൾ ലാഗ് അടിക്കുന്നുണ്ട് എനിക്ക്. മാറി വീഡിയോയിൽ ലാഗ് കാണുമോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ലാഗ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ലൈക്ക് ചെയ്യാതെ ഡിസ്ലൈക്ക് ഇടരുത്. ആകെ എൻ്റെ ചാനൽ അല്ലെങ്കിൽ ഓടുകയില്ല. ആ സമയത്ത് നിങ്ങൾ ഡിസ്ലൈക്ക് കൂട്ടാം, ചാനൽ ഒരിക്കലും ഓടില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും. സാമ്പാറോ ചട്ടിനിയോ ദോശയോ അല്ലെങ്കിൽ വല്ല ഇമോജിയോ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുന്നു. തിന്നു പോട്ടെ, കഞ്ഞിയൊക്കെ കുടിച്ചു പോട്ടെ. അതോ എടുത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ ഇവിടെ റോട്ടിൽ കൂടെ MBC ഒന്നും ഇല്ലാത്തത് എന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം കാറ് മാത്രം. ഞാൻ ഇപ്പോൾ വിചാരിക്കുകയാണ്, ഇതിപ്പോൾ ഓൺലൈനല്ലേ, നല്ല ലാഗടിക്കുന്നത്. ഓൺലൈന് വേണ്ട, ഓഫ്ലൈനിൽ കളിക്കാം. അതാകുമ്പോൾ ഇങ്ങനെ മിഷൻസ് ഉണ്ടാവും. ഈ മിഷൻസൊക്കെ എനിക്ക് തീർക്കണം. അങ്ങോട്ട് പോട്ടെ. അതോ നമുക്കൊരു കാർ ഡെലിവറി ചെയ്യാം അല്ലേ? അപ്പം നമ്മൾ $0 അതായത് പരസ്യം കണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ $3000 കിട്ടും കാർ ഡെലിവറി ചെയ്യാം. ഹൈവാ ഊപ്പർ കാർ, ഊപ്പർ. ഇതിൻ്റെ ഇതൊക്കെ നോക്ക്. ഇത് അത്ര അങ്ങോട്ട് പൊട്ടൂല, പക്ഷെ ഇതിന് ഭയങ്കര പുള്ളപ്പാ. ഒന്ന് കൊടുത്താൽ അങ്ങനെ പോകുന്നുണ്ട്. എന്താ വഴിക്ക് പോകുന്ന വണ്ടി, ഒരു സൈഡ് വലിവാണ്. നിങ്ങൾക്കിപ്പോൾ പുതിയതായിട്ട് വരാൻ പോണതോ ഇറങ്ങിയതോ ഒരു സിനിമ ഉണ്ട്. അതിൻ്റെ പേരെന്താണെന്നറിയോ? കാട്ടം. കിഷ്കിൻ്റെ കാട്ടം. കിഷ്കിൻ്റെ കാട്ടമല്ല, കിഷ്കിൻ്റെ കാണ്ടം. അങ്ങനത്തെ ഒരു കാട്ടാണ് ആ കാട്ടം. ഈ വണ്ടി ഇരിക്കൂല, പറഞ്ഞ് തീർന്നില്ല, അപ്പം തന്നെ ഇടിച്ചിട്ടുണ്ടാവും. റോങ് വേ പോയാൽ അങ്ങനെയൊക്കെ മുമ്പിൽ വന്ന് ചാടി. ഈ കാർ ഡെലിവറി ചെയ്യുമ്പോൾ വണ്ടി ഇടിക്കാതെ കൊണ്ടുപോകാൻ എനിക്കൊരു വയറുകാളല്ല. ഇടിക്കാതെ കൊണ്ടുപോകാൻ പറഞ്ഞാൽ കഴിയൂല. ഞാൻ വണ്ടി മുമ്പിൽ വരുമ്പോൾ തന്നെ എനിക്കൊരു ഇതാണ്. ആ ഒരു ഇതാണ് അത്. അയ്യോ പോട്ടെ ഓടട്ടെ വണ്ടി. ഓഫ്ലൈൻ ആകുമ്പോൾ കണ്ടോ കാറ് പോണത്. ലാഗടി. ഞാൻ ഇടിച്ചു എന്നാ വിചാരിച്ചത്. ലാഗടിച്ച്
അവിടെ ഒരു മാരുതി 800 കണ്ടു. മാരുതി സുസുക്കി 800. സുസുക്കി മാരുതി 800. Oh, 100. ഭാഗ്യപ്പോഴും 100 ഒരുത്തും ബാക്കിൽ വന്നടിക്കാൻ നോക്കി. അങ്ങനെ വഴി തെറ്റിപ്പോയി. തിരിച്ചപ്പോൾ ഒരുത്തൻ ദാ സൈഡിൽ. ഇങ്ങോട്ട് വന്നപ്പോൾ വീണ്ടും ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് ഇടിച്ച് ജസ്റ്റ് മിസ്. ആദ്യമായിട്ട് ഞാൻ 100 ലൈഫിൽ ഒരു വണ്ടി ഡെലിവറി ചെയ്തു. ആദ്യമായിട്ട് ഗൈസ് ആദ്യമായി. ഇനി ഇടിച്ചാലും കുഴപ്പമില്ല. ഇടിച്ചിട്ട് നിർത്തിയത്. പക്ഷെ ഇവിടെ 100 ലൈഫ് എന്നുള്ളത് പോയതിൻ്റെ ശേഷം ഇടിച്ചങ്ങോട്ട് സമാധാനം ഹഗ് ചെയ്യുക. ഇപ്പോഴാ ഒരു സംതൃപ്തി. മനസ്സിലായില്ലേ? മനസ്സിലായവർ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കമൻറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് മനസ്സിലാവും. ആ അവരുടെ മൈൻഡിൽ കയറ്റും. അപ്പോൾ അവർക്ക് നന്നായിട്ടിരിക്കണം. തട്ടിയാൽ എന്താ ചെയ്യുക? ഒന്നുമില്ല. എൻ്റെ ഒരു കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്തിനാ അവരിങ്ങനെ കടന്നു ചുറ്റിക്കണം? ഗൈസ്, നിങ്ങൾ വീണ്ടും വിചാരിക്കുന്നുണ്ടാവും എന്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് ടെലിപ്പോർട്ടായത്. ഇവിടെ തന്നെ ഇരുന്നില്ല. കുറച്ച് പോയില്ലോ. ഇവിടെ തന്നെ ഇരുന്നു കുറച്ച്. പക്ഷെ എന്താ ഒരു സ്ഥലം മാറ്റം എന്ന് വിചാരിക്കുന്നുണ്ടാവും. വീണ്ടും എൻ്റെ ഉപ്പാൻ്റെ ഫോണിലോട്ട് ഒരു കോൾ. ഇത് റേസസ് കംപ്ലീറ്റ്. എനിക്ക് 3 റേസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് റേസുകൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് റേസ് ചെയ്യാം. ഇതാ പണ്ണുമ്പോൾ എൻ്റെ യെസ് അതെ. ഓക്കെ, നമുക്ക് റേസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും കാർ എക്സ്ട്രീ ടിക്കറ്റ് കളിക്കും. എന്നിട്ട് സംതൃപ്തി നേടൂ. നൈട്രോക്കെ ഫുള്ളാണ്. നൈട്രോ ഇവർ ബോട്ടാണ്, അതായത് റിയലായിട്ടുള്ള പ്ലേയേഴ്സ് അല്ല. അപ്പോൾ അവർ ആ വഴി കൂടെ തന്നെ കറക്റ്റ് പോവുള്ളൂ. ഇപ്പോൾ യൂസ് ചെയ്യേണ്ട നൈട്രോ. ഇവിടെ ഇരിക്കാതെ പോലൊന്നും ഇല്ല കേട്ടോ. ഈ സാധനങ്ങൾ ഞാൻ ഡ്രിഫ്റ്റിങ് ഓഫാക്കിയിട്ട് റോഡ് മോഡ് ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഡ്രിഫ്റ്റ് ആവൂല. നമ്മൾ ഡ്രിഫ്റ്റ് ആക്കാൻ വെച്ചാൽ ആവും, അല്ലാതെ അത്ര ഇങ്ങനെ തിരിക്കുമ്പോഴൊന്നും ആവില്ല. നേരത്തേക്ക് അങ്ങനെ തിരിക്കുമ്പോഴത്തേനും ഡ്രിഫ്റ്റ് ആവൂലേ. ഞാൻ ഒരുത്തൻ്റെ ബാക്കിലാണ്, അതാ പോണവൻ്റെ ബാക്കിലാണ്. ഇവിടെയാണ് കുഴപ്പം. വരുമ്പോൾ തന്നെ കുറച്ച് വണ്ടികൾ കറക്റ്റ് ഇങ്ങനെ വരും. അതൊന്നൊക്കെ രക്ഷപ്പെട്ടു പോകണം. എന്ത് ചെയ്യാനാ? നമുക്ക് റേസ് റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ തോറ്റാൽ നമ്മൾ റേസ് റീസ്റ്റാർട്ട് ചെയ്യും. ഒരിക്കലും നമ്മൾ തോക്കാൻ നമ്മൾ വിധി ഉണ്ടാക്കൂല. റീസ്റ്റാർട്ട് അങ്ങ് ചെയ്തു വിടുക തന്നെ അല്ലേ. എന്താ ചെയ്യുക? ചിലവർ തിന്നിട്ടായിരിക്കും ഈ വീഡിയോ കാണുക. തിന്നിട്ടായിരിക്കുമല്ലേ? അങ്ങനെയുള്ളവർ കമൻറ്റ് ബിലോ. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമുണ്ട്. ഇൻസ്റ്റാഗ്രാം പട്ട അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാം അത് വേണ്ടവർ ഞാൻ ഏതെങ്കിലുമൊക്കെ സമയം വീഡിയോയിൽ അതിൻ്റെ ID കൊടുത്തിട്ടുണ്ടാവും. അതായത് ID എന്ന് തന്നെയാണ് പറയുക. റോട്ടിൽ കൂടെ ഒരു ബുള്ളറ്റ് പോകുന്നു. ഈ ഗെയിമിലല്ല, എൻ്റെ വീട്ടിൻ്റെ സൈഡ്.
വീഡിയോ മൊത്തം നശിപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ. അപ്പോൾ പറഞ്ഞു എൻ്റെ ഇൻസ്റ്റ നിങ്ങളുടെ ഞാൻ പോണ് റീസ്റ്റാർട്ട് പറഞ്ഞു വന്നു. അപ്പോൾ എൻ്റെ ഇൻസ്റ്റ ആണ്, അതിൻ്റെ ID ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് ചിലപ്പോൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും ആയിട്ട് ID കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങളതെടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോയി എടുക്കുക, ഫോളോ ചെയ്യുക. 2 പോസ്റ്റ് ഇട്ടുണ്ട്, 3 ഇട്ടുണ്ട്. ഒരു റീലും ബീജമതിൻ്റെ ആ റീല് കാണും, നല്ല രസം. എനിക്ക് രസമുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് രസമുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഭയങ്കര ലാഗാണ് ഗൈസ്. അവന്മാരുടെ വണ്ടിക്ക് നോക്ക്. അവൻ കാട്ടിലോട്ട് പോയി. രണ്ടെണ്ണം കയറി വസ്തുക്കൾ. വണ്ടി ഓട്ടം മാത്രം അറിയുന്ന ഒരു പാഴി വസ്തു. മതി, അഭിനയം മതി. റീസ്റ്റാർട്ട് അടിക്കാൻ നോക്കിയിട്ട് കഴിഞ്ഞില്ല, അങ്ങനെ പോയി ഇടിച്ച്. ഡൺ. കിഷ്കിൻ്റെ കാണ്ഡം എന്നൊരു കാട്ടമാണ് പുതിയ സിനിമയുടെ പേര്. ആ കാട്ടം ഒരു കാട്ടമ്മ ആണ് എന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആരും എൻ്റെ അടുത്ത് ചോദിക്കാൻ വരണ്ട. ഓക്കെ. നിങ്ങൾ ഗ്ർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? ഗ്ർ, ആ ഗ്രല്ല ഗ്ര എന്ന സിനിമ. റീസ്റ്റാർട്ട്. ആ സിനിമ നിങ്ങൾ കാണണം, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. വെറുതെ ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. ഇനി ഒരു തമാശ കളിയുമില്ല, നേരെ വേണം വണ്ടി ഓടിക്കും. സീരിയസേ, ഈ കളി ഞാൻ ജയിക്കും. പിന്നെ ഇൻസ്റ്റൻ്റെ കാര്യം മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യുക ഇപ്പം തന്നെ. വണ്ടിക്ക് എന്തൊരു സ്പീഡില്ലാത്ത. സുസുക്കി മാരുതി സ്വിഫ്റ്റ് വരെ ഇതിനെക്കാട്ടിലും സ്പീഡ് പോകും. സുസുക്കി മാരുതി 800 ഇതിനെക്കാട്ടിലും സ്പീഡ് പോകും. മാരുതി സുസുക്കി ആൾട്ടോ 800 വരെ ഇതിനെക്കാട്ടിലും സ്പീഡിൽ പോകും. പക്ഷേ AC ഓഫ് ആക്കണം എന്നേ ഉള്ളൂ. ഇതിൽ പിന്നെ ആ പ്രശ്നമില്ലല്ലോ. സീരിയസ് വിടാൻ പാടില്ല. എല്ലാവരും ശ്വാസം പിടിച്ച് നിന്നോളി. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ പിടിച്ചോ. ഭയങ്കര ലാഗ്. തോറ്റ് ഫസ്റ്റ് നിന്ന് ഞാൻ ഭാഗ്യം അവന്മാർ കടന്നു പോയില്ല. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട്. NFS പോലെ തന്നെ ഉണ്ട്. ഈ രാത്രി ഉള്ള ഒരു ആംബിയൻസ് ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഇങ്ങനെ ചെയറിലൊക്കെ കൈ കൊണ്ട് ഞാൻ ഇപ്രാവശ്യം ഞാൻ നന്നായി കളിക്കും. സീരിയസ്, ഇപ്രാവശ്യത്തെ കളി ഞാൻ ജയിക്കുക. കുറേ നായ്ക്കളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും, റിയലായിട്ടുള്ള നായ്ക്കളുടെ. കടന്ന് കുരയ്ക്കാണ്. സീരിയസ്നെസ് വിട്ടു അവന്മാർ കയറി. ഒന്ന് ക്ഷമിക്കണം ആ നായ്ക്കളുടെ കുര കാരണം. അയ്യോ, ഈ വാഴ ഈ ഫ്രീക്കനാ ഞാൻ. അതെന്ത് സൗണ്ട് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ കാലിട്ട് ഒരു പെട്ടിയിൽ ചവിട്ടിയതാണ് ദേഷ്യമായിട്ട്. നല്ല സൗണ്ടാക്കി സൂപ്പറിൻ്റെ. അപ്പം ചില സമയത്തൊന്നും എൻ്റെ സൗണ്ടേ നേരാവണ്ണം കേൾക്കില്ല. എൻ്റെ സൗണ്ട് നേരാവണ്ണം കേൾക്കുന്നുണ്ടാവില്ല.
അപ്പോൾ കുറച്ചും കൂടി ഞാൻ ഒച്ചത്തിൽ പറയേണ്ടി വരും. ഇനി മുതൽ നല്ല ഒച്ചയിലായിരിക്കും ഞാൻ സംസാരിക്കുക. പറഞ്ഞില്ല വേണ്ട, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അങ്ങോട്ട് സഹിച്ചോളിയും, അത്രേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. അവന്മാർ കയറിപ്പോയി ഫ്രിക്ക്. ഇനി സീരിയസ് ആണേ, ഇനി എനിക്ക് ഇതിൽ ജയിക്കണം. കുറേ നേരമായി ജയിക്കണം പറയും. സൗണ്ടൊന്നും അത്ര ഉണ്ടാവില്ല. ആ നായ്ക്കളുടെ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, റിയൽ ലൈഫ് നായ്ക്കൾ. നല്ല സൗണ്ട് വരുന്നുണ്ട് നായ്ക്കളുടെ. നായ നല്ല സൗണ്ടിലൊക്കെയാണുള്ളത് കുരയ്ക്കുന്നത്. നിർത്താൻ പറഞ്ഞാൽ നിർത്തൂല നായ്ക്കൾ. ഡ്രിഫ്റ്റ് അടിച്ച് പോകണ കണ്ടാ, ഡ്രിഫ്റ്റ് അടിച്ച് അവൻ മുൻപിൽ കയറി. വേറൊരുത്തല്ലേ പച്ച വണ്ടി, അവ എത്ര ബാക്കിലാ നോക്ക്. ഓ അതാണ് എൻ്റെ സമാധാനം. എന്ത് ഭാഗ്യം എന്ന് പറയാ, ഒരു വണ്ടിയിൽ ഇരിക്കാതെ പോയത്. ഞാനാ ഫസ്റ്റ്. അതെന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഒരു ഷാർപ്പ് ഡാനാണ്. മറ്റവനും എത്തി, ഇവ എന്നെ കടക്കുകയും ചെയ്ത്. നായ്ക്കളെന്നല്ല, നാറികൾ മുമ്പിൽ ചാടിയിട്ട് സ്പീഡും കുറച്ച്. പ്ലീസ് പ്ലീസ് പ്ലീസ്, യെസ് യെസ്, അപ്പി അതിനെന്തിന് ഒരു സൗണ്ട് എഫക്റ്റ് ആയിട്ട് ഈ നായ്ക്കളും കുറയ്ക്കുന്നു. യെസ്, ഫസ്റ്റ് അടിച്ചു ഗൈസ്. അവൻ്റെ ജസ്റ്റിന് ഞാൻ കയറി, ജസ്റ്റ് ഞാൻ കയറി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പൊട്ടിക്കലോട് ബൈ.